ഹലോ ഗായ്സ്, ഇന്ന് റേഷൻ കടയിലെ അരി വെച്ച് നമ്മൾ മീൻ ബിരിയാണി, അയല മീനിട്ട് ബിരിയാണിയാണ് വെക്കുന്നത് കൂട്ടുകാരെ. ഉള്ളി നീളത്തിലരിഞ്ഞത്, 1/2 കിലോ ക്യാരറ്റ്, 1/2 കിലോ തക്കാളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തത്. അയല മീൻ, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ്, തക്കാളി ചെറുതായി അരിഞ്ഞതാണ് കൂട്ടുകാരെ. ഇതേപോലെ എല്ലാ കൂട്ടുകാരും അരിയണം. അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചതാണ് കൂട്ടുകാരെ. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മീൻ മസാല പുരട്ടി വെച്ചതാണ്. മീനിൽ മസാല പിടിക്കാൻ വേണ്ടി നമ്മളൊരു അരമണിക്കൂറിന് മുമ്പ് മസാല ഇട്ട് വെച്ചു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, മീനിൻ്റെ മസാലക്കൂട്ടാണ് പറയുന്നത് കൂട്ടുകാരെ. അതെല്ലാം പുരട്ടി മീനിൽ മസാല പുരട്ടി വെച്ചു. അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അതിന് ശേഷം മീൻ വറുത്തെടുത്തു. മീൻ നല്ലതുപോലെ വറുത്ത് എണ്ണയിൽ തിരിച്ചും മറിച്ചും വറുത്തെടുത്തു കൂട്ടുകാരെ. മീൻ നല്ല മൊരിഞ്ഞെടുക്കുമ്പോൾ നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് മൊരിച്ചെടുക്കുമ്പോൾ. അതേപോലെ മീനെല്ലാം പൊരിച്ചെടുത്തു. എടുത്തതിന് ശേഷം ചോറിന് അരി ഇട്ടു. അത് ഞങ്ങൾ അരി ഇട്ടത് കാണിച്ചില്ല. ചോറ് വെന്തു, അത് ഊറ്റിയെടുക്കുന്നു കൂട്ടുകാരെ. റേഷൻ അരിയാണ്. നല്ലതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വേവിച്ചെടുത്ത് ഊറ്റുന്നതാണ്. ഊറ്റിയെടുത്ത് വെള്ളം തോർന്ന് ചോറ് മൊരിച്ച് എടുത്തതിന് ശേഷം വലിയൊരു പാത്രം എടുത്ത് വെച്ചു. അടുപ്പിൽ ഉള്ളി വാട്ടിയെടുത്തു. അതിൽ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, ഇറച്ചി, പട്ട, ഗ്രാമ്പ്, ഏലക്ക, അതെല്ലാം പൊടിച്ച ഗരം മസാലപ്പൊടി ഇട്ടു. അതെല്ലാം നല്ലതുപോലെ വാടിയതിന് ശേഷം മീനും കൂടെ അതിൽ കുറച്ച് മീനെടുത്ത് മസാലയിൽ വെച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് മീൻ മാറ്റി വെച്ചതിന് ശേഷം ചോറെടുത്ത് പാത്രത്തിലിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോറിട്ടു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. നല്ലൊരു മീൻ ബിരിയാണി ആയിരുന്നു. മീൻ ബിരിയാണിക്ക് ഉള്ളി നല്ലതുപോലെ വാടണ്ട, നല്ല കിരികിരായിരിക്കണം, എന്നാലേ നമുക്ക് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഞങ്ങളുടെ മീൻ ബിരിയാണി റെഡിയായി. ഓക്കെ, ബായ്. എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാർ വെച്ച് നോക്കണേ. നമുക്ക് റേഷൻ അരി കിട്ടുമ്പോൾ ഇതേപോലെ വെക്കുന്നതാണ്. ഓക്കെ, ബായ്.